ലീഗിനകത്തോ ഒരിക്കലും ഉണ്ടാവും, ഒരു സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ലീഗിനകത്ത് ആരൊക്കെയാണ് മന്ത്രിയാകേണ്ടത് ജയിച്ചു വന്നാൽ എന്ന കാര്യത്തിൽ അവർക്ക് എല്ലാവർക്കും ഒരു പരസ്പര ധാരണയുണ്ട്. ഓരോരുത്തരുടെയും അർഹതയും കുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി UDF വന്നാൽ അതിൽ മന്ത്രിയാവണം, ലീഗിൽ നിന്നല്ല UDF മന്ത്രിയാവണമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? UDF അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട UDF നേതാവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ സ്കിൽ ആവശ്യമുള്ള ഒരു പണിയാണ്. അതിൻ്റെ എല്ലാ അലകും പിടിയും അറിയാവുന്ന, എൻ്റെ എല്ലാ മെയ്വഴക്കങ്ങളും അറിയാവുന്ന, ഉമ്മൻചാണ്ടിയൊക്കെ പോയതിന് ശേഷം, കരുണാകരനൊക്കെ പോയതിന് ശേഷം ഒരുപക്ഷെ അതിൻ്റെ ഒരു വഴക്കം അറിയാവുന്ന, UDF കൊണ്ടു കിടക്കാൻ കഴിയുന്ന, കക്ഷികൾക്കിടയിലെ ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകാൻ കഴിയുന്ന, മറ്റു പല കക്ഷികൾക്കിടയിലുമുള്ള പ്രശ്നങ്ങൾക്ക് ആ ലൈസനിങ് ഒക്കെ അറിയാവുന്ന നേതാവാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം എന്തുകൊണ്ടും മന്ത്രിയാവാൻ അതിയോഗ്യനായ ഒരാളാണ്. മന്ത്രിയും ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ പോലുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലുണ്ട്. പിന്നെ പി കെ ബഷീറിൻ്റെ കാര്യം എടുത്താൽ, പി കെ ബഷീർ നോക്കിപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ നോക്കിയാൽ മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ സർവ്വസ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത പ്രോജക്റ്റാണ് വയനാട്ടിലെ അവരുടെ ഈ റിലീഫ് പരിപാടി, ആ വീടുകൾ ഉണ്ടാക്കി കൊടുത്തത്. അതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുകയും സമയബന്ധിതമായി അത് പൂർത്തിയാക്കുകയും ഏറ്റവും മനോഹരമായി ഡെലിവറി ചെയ്യുന്നതിൽ നേതൃപരമായ പങ്കാളിത്തം വഹിച്ച അവരുടെ ഏറ്റവും മികച്ച നേതാവാണ് ഏറനാട്ടെ എം എൽ എ ആയി വന്നേക്കാവുന്ന പി കെ ബഷീർ സ്വാഭാവികമായിട്ടും അർഹിക്കുന്നുണ്ട്. മണ്ണാർക്കാട്ടിൽ നിന്ന് ജയിച്ചു വരുന്ന ഷംസുദ്ദീനും അർഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അർഹതയുള്ളവർ ഒരുപാട് പേരുണ്ട്. ആർക്കെങ്കിലും അർഹതയില്ല എന്ന് ഈ വിനീതൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രത്യേകമായി പറയട്ടെ. എല്ലാവരും അർഹതയുള്ള ആളാണ്. പി കെ കുഞ്ഞാലിയുടെ ഭാഷ അങ്ങനെയാണ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കാര്യം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ മുസ്ലിം ലീഗിന് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തി ഏറ്റവും കൂടുതൽ നമ്പറുമായിട്ട് വരുന്ന ഒരു കക്ഷിയായിട്ട് കൂടി അതിൻ്റെ അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു പരിസരം UDF ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല. ആ പരിസരം സൃഷ്ടിച്ചു കൊടുക്കേണ്ട പരമപ്രധാനമായ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെതായിരിക്കെ കോൺഗ്രസ് അതിനകത്ത് റിപ്ലൈ എടുക്കുന്നുണ്ട്. കാരണം ഈ നിങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമാണെന്നൊരു ആറ്റിറ്റ്യൂഡ് ഇവരും സൃഷ്ടിക്കുന്നുണ്ട്. അവർ ചോദിച്ചാൽ അവരുടെ കുഴപ്പം എന്താണ്? അപ്പോൾ കോൺഗ്രസും അതിനകത്തൊരു തുറന്ന സമീപനം എടുക്കുന്നില്ല. മുസ്ലിം ലീഗ് നമ്മുടെ പ്രധാനപ്പെട്ട കക്ഷിയാണ്, അവർക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനേക്കാൾ കുറവുള്ളവർക്ക്, അതിനേക്കാൾ ആനുപാതികരഹിതമായിട്ട് മന്ത്രിമാരെയും ആ പദവികളും കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ നമ്പറുമായിട്ട് വരുന്നവർക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇല്ല എന്ന് അപ്പുറത്തെ ഹിന്ദുത്വർ പറയുമ്പോൾ നമ്മൾ അതിനോട് മൗനമായിരിക്കുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് തന്നെയും പറയാണ്. പക്ഷെ ഒറ്റ കാര്യം കൂടെ, ഈ ചർച്ച ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് വേറെയും അപകടവശമുണ്ട്. അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗ് കൂടുതൽ പദവികളിലേക്ക് വരുന്നു എന്ന സംഗതിയെ ഉപയോഗപ്പെടുത്താൻ കാത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തെ വേറൊരു മണ്ണാക്കി പരുവപ്പെടുത്താനിരിക്കുന്ന ആൾക്കാർ ഇതിന് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കരുതൽ സ്വാഭാവികമായിട്ട് നമ്മൾ UDF പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റേത് ഘടകകക്ഷികളെക്കാൾ ആരൊക്കെ മന്ത്രിയാകണം എന്നത് വളരെ ഈസി ആയിട്ട് ആ ജോലി നിർവഹിക്കാൻ കഴിയും ഒരു പക്ഷേ മുസ്ലിം ലീഗിനായിരിക്കും. പിന്നെ ലീഗായിട്ട് മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, തർക്കങ്ങൾ ഉണ്ടാക്കും എന്നും തോന്നുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി ആരാകണം എന്നതടക്കം തീരുമാനിക്കുന്നതിൽ ലീഗിന് അതിൻ്റെതായ ഒരു ടേക്ക് ഉണ്ട് എന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുകയാണ്.